എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊക്കാണ്. അതായത് തമിഴ്നാടൻ വിഭവമാണ് കേട്ടോ. വളരെ പ്രത്യേകതകളോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ വിഭവം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചോറിൻ്റെ കൂടെ ഇതും ഒരു മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായി കാണണമെങ്കിൽ എന്ത് വേണം? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് പ്രധാനമായിട്ടും വേണ്ടത് സവാളയാണ്. സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3-4 മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ. ഇത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അവനവന് ആവശ്യത്തിനനുസരിച്ച് സവാള ചേർക്കാം. എനിക്കിപ്പോൾ ഇത്ര വേണ്ടു, അത് കാരണം ഞാൻ ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. കടായി ചൂടായി വരുന്ന സമയത്ത് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇങ്ങനെ തന്നെ കടുകൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതായത് വെണ്ണയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നന്നായി പൊട്ടുന്നത് വരെ ഇളക്കി വറുത്തെടുക്കാം. കടുകും ഉലുവയൊക്കെ നന്നായി മൂത്ത് ഇങ്ങനെ ചെറപറാന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ കടുകും ഉലുവയും ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് നന്നായി ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷേ എണ്ണയുടെ കാര്യത്തിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ, ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി, കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഉള്ളി നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വഴറ്റണ്ട, എന്നാലും ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതൊന്ന് ഇതായിട്ട് വന്നാൽ മതി, അതായത് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇത് നമുക്ക് മിക്സറിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരട്ടെ, അതുവരേക്കും നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കി ഇതൊന്ന് വാടി വരട്ടെ, നല്ല സോഫ്റ്റായിട്ടൊന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴണ്ട് പാകമായിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. നമുക്കല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായി ആറട്ടെ കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വറവൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ സവാള ഇതൊന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഉള്ളി വഴറ്റിയത് കേട്ടോ ചൂടാറി ഞാനൊന്ന് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടുകും ഉലുവയും ഇതാ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. അതായത് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതലാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ ഓരോ ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ അങ്ങനെയാണ് എടുത്തേക്കണം. ടീസ്പൂണും ടേബിൾ സ്പൂണിൻ്റെ ഇടയ്ക്ക് വലുപ്പത്തിലുള്ള ഒരു സ്പൂൺ കേട്ടോ. അത്ര കണക്കിനാണ് എടുത്തേക്കണം. കാരണം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതേ കടയിൽ തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, വേറെ ഒരു എണ്ണയല്ല ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വറുത്തിടാം. അതായത് സാധാരണ വറവിനിടില്ലേ അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുക് വറുത്തിടാം. കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ വറവിടുന്ന പോലെ, അല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ ആവശ്യമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കടുകും മുളകും കറിവേപ്പിലയൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഫ്ലെയിമില്ലേ ഒന്ന് ഓഫാക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ നല്ലോണം ഒരു സ്പൂണ് മുളക് പൊടി, അതെന്തിനാ ഓഫാക്കണമെന്ന് വിചാരിച്ചാൽ അറിയാലോ, എണ്ണ നന്നായി ചൂടായി കിടക്കേണ്ട അത് സമയത്ത് അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ചേർക്കുക. അടിച്ച് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. മുളക് പൊടിയുടെ കൂടെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടില്ലേ ആ പൊടിയും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ വേണ്ട ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കായാണ്.
പിന്നെ ഒരു നുള്ള് പുളി കൂടി വേണം. അപ്പോൾ ഈ പുളി ഉണ്ടല്ലോ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ അരയ്ക്കാം. ഞാനത് മറന്നുപോയി. അപ്പോൾ അതിന് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു പുളിരസത്തിന് വേണ്ടി ഒരു നുള്ളു പുളി കൂടി ഇത് കൂടെ ചേർത്ത് അരച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു നുള്ളു പുളി നന്നായി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കിയെടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ ഉള്ളി അരച്ചിട്ട് ചേർത്ത് കൊടുത്തു. ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ ഉള്ളി വഴറ്റി അരയ്ക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ട വളരെ കുറച്ച് പുളി, അതായത് ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മതി കേട്ടോ. അതായത് അറിയാമല്ലോ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആ പുളി കൂടി ഉള്ളിയുടെ കൂടെ അരച്ചെടുക്കുക. ഞാൻ ആ ഉള്ളി അരയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നുപോയി, പക്ഷേ ഞാൻ അതിന് ശേഷം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വറവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആവശ്യത്തിന് മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത്, പിന്നെ ഈ ഉള്ളിയും കൂടി നന്നായി ഇളക്കുക. കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പുളി മറന്നു കഴിഞ്ഞാൽ ഇതിന് വേറെ ടേസ്റ്റ് ആവും. പുളി എന്തായാലും ഇതിന് ആവശ്യമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇതിന് എണ്ണ അങ്ങനെ കിനിഞ്ഞ് വരണം. അപ്പോഴാണ് ഇത് പാകമായി എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ മസാലകളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആവശ്യമില്ല. അതായത് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടുക. അതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉള്ളി അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയുടെ കൂടെ എന്തായാലും പുളി കൂടി ചേർത്ത് അരയ്ക്കാനും ശ്രമിക്കുക. പിന്നെ ഇനി നോക്കുക, നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേറെ പണികളൊന്നും ഇതിലില്ല. ഇതൊന്നും ഇങ്ങനെ നന്നായി ചൂടായി വന്നിട്ട് ഇതിന്ന് എണ്ണ ഒന്ന് നന്നായി കിനിഞ്ഞ് വരട്ടെ. അത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തൊക്ക് റെഡിയായി കേട്ടോ. ഇത് തമിഴ്നാടൻ വിഭവമായ ഒരു ഉള്ളിത്തൊക്കാണ് കേട്ടോ അത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ഒന്ന് കിനിഞ്ഞ് വരട്ടെ. എണ്ണ കിനിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നന്നായി പാകമായിട്ട് ഇതിന്ന് എണ്ണയൊക്കെ നന്നായി കിനിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയാലോ ഇതിൽ ഉലുവയും കടുകും ഒക്കെ പൊടിച്ച് ചേർത്ത് കൊണ്ട് തന്നെ പിന്നെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ചവർപ്പ് പോലെ ഉണ്ടാവും. അതിൻ്റെ ഈ വിഭവത്തിൻ്റെ പ്രത്യേകതയാണത്. തമിഴ്നാട്ടിലത്തെ വിഭവമാണത്. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ചവർപ്പ് ഒരുപാടൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് മാറ്റാൻ ഒരു നുള്ള് ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാരയോ ഒന്ന് മുകളിൽ കൂടെ വെതറി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി. അപ്പോൾ ആ ഒരു ചവർപ്പിനെയും അതുപോലെ പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ ഈ ഒരു നുള്ള് പഞ്ചസാര അല്ലെങ്കിൽ ഒരു നുള്ള് ശർക്കര പൊടിച്ചതോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉള്ളിത്തൊക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ പറ്റിയൊരു വിഭവമാണ് കേട്ടോ. അതായത് നല്ല ചമ്മന്തി പോലെയൊക്കെ ഉപയോഗിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു മെഴുക്ക് വരട്ടി ഇതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.